കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള റോഡ് ആക്സിഡൻസ്, നിപ്പ വൈറസ്, കൊറോണ, വെള്ളപ്പൊക്കം ഇതെല്ലാം നടന്നത് അക്ബർ പ്ലാൻ ചെയ്തിട്ടാണെന്നാണ് ഷാനവാസ് വിശ്വസിക്കുന്നത്. ഏതായാലും ഷാനവാസ് അക്ബറിനെ നോമിനേറ്റ് ചെയ്യാൻ പറയുന്ന റീസൺ ആണ് രസം. ഷാനവാസ് പറയുന്നത് അക്ബർ സ്ത്രീകളെ എടി പൊടി എന്ന് വിളിക്കുന്നു. ഷാനവാസ് സ്ത്രീ പുരുഷ ഭേദം ഇല്ലാതെ തന്തയ്ക്ക് വിളിക്കുന്നു. വീട്ടുകാരെ പറയുന്നു. ബിന്നിയുടെ ഹസ്ബൻഡിനെ പെൺകോന്തെന്ന് വരെ വിളിച്ചു. അതൊന്നും പ്രശ്നമില്ല. അതായത് ഷാനവാസ് ചെയ്താൽ ആഹ, അക്ബർ ചെയ്താൽ ഓഹോ എന്നാണ് പുള്ളിയുടെ ഒരു ലൈൻ. ഏതായാലും ആദില നൂറയായിട്ടുള്ള പെങ്ങളൂട്ടി പാസം പൊളിഞ്ഞു. അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പാസവും പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദിലയ്ക്ക് ഇപ്പോഴും ഒരു ധൈര്യമില്ല ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തെന്ന് അഡ്മിറ്റ് ചെയ്യാൻ. കള്ളം പറയുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. അതേപോലെ ഇവർ രണ്ടുപേരും ഇരുന്നിട്ട് ഷാനവാസിനെ പറ്റി മെയിൽ ഷോവനിസ്റ്റ് എന്ന് ഡിസ്കസ് ചെയ്തത് നാട്ടുകാർ കണ്ട് ഇയാളുടെ ഇമേജ് തകർന്നു പോയില്ലേ എന്നാണ് പുള്ളിയുടെ പേടി. അതായത് ഇതുവരെ നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇവരായിട്ട് ഇനി അറിയിക്കേണ്ടെന്നാണ് പുള്ളി വിചാരിക്കുന്നത്. അയ്യോ, അതായത് നാട്ടുകാരും ബിഗ് ബോസ് ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് പുള്ളി വിചാരിക്കുന്നത്. പുള്ളി ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്നോ ടോക്സിക് മാസ്കുലിനിറ്റി ഉള്ള ആളാണെന്നോ ടീം പ്ലെയറേ അല്ല എന്നുള്ള കാര്യം നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ലെന്നാണ് പുള്ളി വിചാരിക്കുന്നത്. അക്ബർ എലിമിനേറ്റ് ആയിപ്പോയാൽ ഈ പുള്ളി എന്ത് ചെയ്യും? പുള്ളിക്ക് പിന്നെ വേറെ കണ്ടന്റ് ഇല്ല, കുറ്റം പറയാൻ ആരുമില്ല. വളരെ ബോറിംഗ് ആയിട്ട് തോന്നും ഇനി പോകുന്ന ടാസ്ക് ഒക്കെ. ഏതായാലും ഇന്നലത്തെ ക്യാപ്റ്റൻസി ടാസ്ക് വളരെ ഫണ്ണി ആയിരുന്നു. അനുമോൾ ഇത്രയും നേരം പിടിച്ചു നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. അനുമോൾ നന്നായിട്ട് പെർഫോം ചെയ്തു. ഈവൻ വിൻ ചെയ്തില്ലെങ്കിൽ കൂടെ ഫിസിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്കിൽ ഫുൾ ഡേ നിന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നല്ല രസമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ ഗെയിംസ് ഒക്കെ കണ്ടു. അതായത് അനുമോൾക്ക് ബാത്റൂമിൽ പോകണം, പിന്നെ ആര്യന് കുളിക്കാൻ പോകണം, എന്തൊക്കെയോ പറഞ്ഞ് അവർ വളരെ ഫണ്ണി ആയിട്ടാണ് ചെയ്തത്. പക്ഷേ ഇതിന് മുന്നേ തന്നെ അവർക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അനുമോളെ. കൈയൊന്ന് ഉയർത്തുക, കഷൻ ചോറി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവർക്ക് അനുമോളെ ഒന്ന് പിടിപ്പിക്കാമായിരുന്നു. പക്ഷെ ആ രീതിയിലൊന്നും അവർ കളിച്ചില്ലെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് കുറേ നേരം നീണ്ടുപോയി. അതിലവിടെ പെർഫെക്റ്റ്ലി ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ളൊരു ക്യാപ്റ്റൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആദില ഈ ബിഗ് ബോസ് പറയുന്നത് വരെ നെവിൻ എത്ര അലമ്പുണ്ടാക്കിയിട്ട് അവിടെ ഇടപെടുന്നില്ല. അത് നേരത്തെ ഇടപെട്ട് നെവിനെ മാറ്റണ്ടായിരുന്നു. പക്ഷേ അതും ഒരു എൻ്റർടൈനിങ് ഫാക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. നെവിൻ എത്ര ശ്രമിച്ചിട്ടും അനുമോളെ കൊണ്ട് പിടിക്കാനും സാധിച്ചില്ല. പക്ഷെ അതും രസമായിരുന്നു. കുറേ നേരം അത് നീണ്ടുപോയി. അത് മാത്രമേ ഉള്ളൊരു പ്രശ്നം. ഏതായാലും ഇപ്രാവശ്യത്തെ എലിമിനേഷൻ ലിസ്റ്റിൽ എൻ്റെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആര്യൻ, അക്ബർ, പിന്നെ നെവിൻ വന്നിട്ടുണ്ട്. പക്ഷെ നൂറ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നൂറ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നൂറ ബിഗ് ബോസിൻ്റെ ഷോ പീസ് പ്രിറ്റി പ്രിവിലേജ് കിട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കണ്ടസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഇനി ആര് എലിമിനേറ്റ് ആവും എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ.